കലോത്സവ വേദികളിൽ നാടകങ്ങൾ എന്നും ജനപ്രിയ ഇനം തന്നെയാണ്. നാടകത്തെ സ്നേഹിക്കുന്ന കാണികളും കൂടിയായാൽ ഐറ്റം നല്ല കളറാകും. കലോത്സവത്തിന്റെ നാടകവേദിയിൽ നിന്നും സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വേദി 2 അണമുറിയാത്ത വിധം തിരക്ക്. എന്താണെന്നല്ലേ, നാടകം കാണണം. കൊല്ലംകാർക്ക് അതുവിട്ടൊരു കളിയില്ലല്ലോ. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനത്തിൽ കാഴ്ചക്കാർ തടിച്ചുകൂടിയത് നാടക മത്സരവേദിയായ സോപാനം ഓഡിറ്റോറിയത്തിലാണ്. ഹൃദയം കൊണ്ട് നാടകത്തെ സ്വീകരിച്ച നാട്. ആദ്യം തന്നെ മുൻനിരയിൽ ചിലർ സീറ്റുറപ്പിച്ചു. സീറ്റു കിട്ടാതെ നിരാശപ്പെട്ടവർ നാടകം കാണാനുറപ്പിച്ച് ഒരൊറ്റ നിൽപ്പായി. ഇനി സീനൽപ്പം സീരിയസ് ആണ്. നാടകം തുടങ്ങി. കാഴ്ചക്കാരുടെ കെട്ടും മട്ടും മാറി. വേദിയിലേക്ക് കണ്ണും നട്ടൊരിരിപ്പ്. കണ്ണൂരും കോഴിക്കോടും വയനാടുമെല്ലാം തട്ടിൽ കയറിയതും തകർപ്പൻ പെർഫോമൻസ്. നാടകക്കളത്തിൽ പിള്ളേരങ്ങ് തകർത്താടി. കേമന്മാർ ആരെന്നു പ്രവചിക്കാനാകാത്ത വിധം മത്സരം മുറുകി. മാസങ്ങളോളം നീണ്ട പരിശീലനത്തിനൊടുവിൽ വേദിയിൽ തിമിർത്താടിയവർ പലരും കളി കഴിഞ്ഞൊന്ന് കുഴഞ്ഞു. എന്നാലും നിറഞ്ഞ കയ്യടികൾക്ക് മുന്നിൽ അവർ തളർന്നില്ല. കാണികളോടൊപ്പം കൊല്ലത്തിന്റെ പ്രിയങ്കരനായ MLA മുകേഷും ശ്രദ്ധാപൂർവം മത്സരാർത്ഥികളുടെ ചലനങ്ങൾ വീക്ഷിച്ചു. ആര് ജയിച്ചാലും തോറ്റാലും നാടകമെന്ന കല ജയിച്ച കാഴ്ചയ്ക്കാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചതെന്ന MLAയുടെ തകർപ്പൻ മറുപടി. ഭയങ്കരമായ സ്റ്റാൻഡേർഡാണ് നാടകത്തിനും നാടക മത്സരത്തിനുമൊക്കെ വന്നിരിക്കുന്നത്. ഓരോ ചെറിയ മൂമെൻ്റ് പോലും. കാര്യം ഞാനൊക്കെ നാടക മത്സരത്തിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പരാധീനതകളുണ്ടായിരുന്നു. നമ്മൾക്ക് ആ തരത്തിലേക്ക് ഉയരാൻ സാധിക്കുമായിരുന്നില്ല. ഇതിപ്പോൾ അതിൻ്റെ സംവിധായകനായാലും അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിനെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നാടകത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഭയങ്കര സന്തോഷമായി. മത്സരം കഴിഞ്ഞിറങ്ങുന്ന ഓരോ ടീമിനും അഭിനന്ദന പ്രവാഹം. നാടകം കണ്ടുനിന്ന പോലീസ് മാമന്മാർ മത്സരാർത്ഥികളുമായി പടമെടുക്കുന്ന തിരക്കിലായി. എന്തായാലും ഇത്തവണ നാടകവേദികൾ പൊടിപൊടിച്ചതിന്റെ സന്തോഷത്തിലാണ് കാണികളും മത്സരാർത്ഥികളും. കൊല്ലംകാർക്ക് നാടകം തന്നെയാണ് ഉലകം. അതിന്റെ തെളിവാണ് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനപ്രവാഹവും. ക്യാമറാമാൻ അയ്യപ്പ ദേവിനോടൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.